നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി പട്ടാമ്പി പാത ആധുനിക നിലവാരത്തിലേക്ക് ഉയരുന്നു. റോഡിന്റെ നവീകരണോദ്ഘാടനം സെപ്റ്റംബർ 2 വൈകിട്ട് 5 കൂറ്റനാട് സെന്ററിൽ മന്ത്രി P.A. മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് മന്ത്രി M.B. രാജേഷ് അറിയിച്ചു. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ ഭാഗവും തൃത്താല മണ്ഡലത്തിലെ പ്രധാന പാതയുമാണ് ചാലിശ്ശേരി പട്ടാമ്പി റോഡ്. ചാലിശ്ശേരി തണത്തറ പാലം മുതൽ പട്ടാമ്പി തൃത്താല റോഡ് ജംഗ്ഷൻ വരെയുള്ള 14 കിലോമീറ്റർ റോഡാണ് BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നത്. റോഡിന്റെ വീതിക്കുറവും വളവ് തിരിവുകളും കാരണം പാതയിൽ അപകടങ്ങൾ പതിവായിരുന്നു. മന്ത്രി M.B. രാജേഷിന്റെ ഇടപെടലിനെ തുടർന്ന് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 63.79 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ടിനാണ് പാതയുടെ നിർവഹണ ചുമതല. നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശങ്ങളിലും വീതി കൂട്ടും. 28 ഓവുപാലങ്ങൾ പുതുക്കി പണിയും. ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം കോൺക്രീറ്റ് ചെയ്ത അഴുക്കുചാലുകളും സ്ഥാപിക്കും. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും പുതിയ ബസ് ബേകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് 2026 തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടാനാംകുറിച്ചി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ സർവീസ് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണം ഒഴിവാക്കി. ബസ്സുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വാഹനങ്ങൾക്കുമായി സർവീസ് റോഡ് തുറന്നുകൊടുത്തു. ഒരു മാസക്കാലമായി പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണമാണ് ഇന്നു മുതൽ ഒഴിവാക്കിയിരിക്കുന്നത്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കുള്ള നിയന്ത്രണവും ഒഴിവാക്കി. വാടാനംകുറിച്ചി റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡിന്റെ നവീകരണത്തിനായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. പുതിയ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ റോഡിനോട് ചേർന്നാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പാലത്തിന്റെ ഇരുവശങ്ങളിലൂടെ സർവീസ് റോഡുകൾ നിർമ്മിച്ച് വാഹന ഗതാഗതം നടത്തുന്നത്. ഇരുവശങ്ങളിലെയും പാത തകർന്നടിഞ്ഞതോടെയാണ് ഇത് ഗതാഗതയോഗ്യമാക്കുന്ന പ്രവർത്തികൾ തുടങ്ങിയത്. കട്ടവിരിക്കൽ പൂർത്തിയാക്കി ഇപ്പോൾ ഇരുഭാഗങ്ങളിലുമുള്ള ഗതാഗതം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഉയരം കൂടുതലുള്ള ചരക്കു വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ പാലത്തിനടിയിൽ തട്ടുന്ന സ്ഥിതിയുമുണ്ട്. ഇത് വീണ്ടും പാതയിൽ ഗതാഗതക്കുരുക്കിനും ഇടവരുത്തുകയാണ്. പുതുതായി പണിത റോഡായതിനാൽ ഇരു റോഡുകളുടെയും പോകുന്ന വാഹനങ്ങൾ വേഗത കുറച്ചും ഒറ്റവരിയായും പോകണമെന്ന് ഷൊർണൂർ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. റോഡിന്റെ സ്ഥിതി തുടർന്നും പരിശോധിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പാതയുടെ മഞ്ഞളുങ്കൽ വാടാനംകുറിച്ചി ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുന്നുണ്ട്. ഇവിടങ്ങളിലെ റോഡ് തകർച്ച പരിഹരിക്കാനാവശ്യമായ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം. കൂറ്റനാട് പെരിങ്ങോട് വീട്ടിലെ കോഴിക്കൂടിനകത്തു നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. നാഗലശ്ശേരി ഹെൽത്ത് സെന്ററിന് സമീപത്തെ രേഷ്മയുടെ വീട്ടിലെ കോഴിക്കൂടിനകത്ത് നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. കൂടിനകത്ത് കയറിയ മൂർഖന്റെ കടിയേറ്റ് ഒരു കോഴി ചാവുകയും ചെയ്തു. വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാടെത്തി പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി. പിടികൂടിയ മൂർഖൻ പാമ്പിനെ പിന്നീട് വനമേഖലയിൽ വിട്ടയച്ചു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കരിങ്ങനാട് ചന്തപ്പടിയിൽ സ്കൂട്ടറിന് കുറുകെ പന്നി ചാടി സ്കൂട്ടർ യാത്രക്കാരനെ പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കൊപ്പം പുലാമന്തോൾ പാതയിലെ കരിങ്ങനാട് ചന്തപ്പടിയിലാണ് കാട്ടുപന്നി കുറുകെ ചാടി അപകടമുണ്ടായത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് പരുക്ക് പറ്റി. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം.
കൊപ്പം ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരന്റെ മുന്നിലേക്ക് സമീപത്തെ റോഡിൽ നിന്നും വന്ന കാട്ടുപന്നി അകപ്പെടുകയായിരുന്നു. പന്നി സ്കൂട്ടർ ഇടിച്ച് വാഹനം മറിയുകയും ചെയ്തു. വാഹനത്തിലുണ്ടായിരുന്ന പൈലിപ്പുറം സ്വദേശിക്കാണ് പരിക്ക് പറ്റിയത്. ഇയാളെ നാട്ടുകാർ ചേർന്ന് കൊപ്പത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനക്കരയിൽ നാട്ടുകാർക്ക് തലവേദനയായി മാറിയ മലമ്പാമ്പിനെ ഒടുവിൽ പിടികൂടി. ആനക്കര മേലഴിയം ഭാഗത്താണ് രാത്രികാലങ്ങളിൽ വഴിയാത്രക്കാർക്ക് സ്ഥിരം ബുദ്ധിമുട്ട് സൃഷ്ടിച്ച് മലമ്പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. 2 ദിവസം മുമ്പ് റോഡിനു കുറുകെ മലമ്പാമ്പ് ഇഴഞ്ഞെത്തുന്നത് കണ്ട് പേടിച്ച് ബൈക്ക് യാത്രക്കാരൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി 9:30 പ്രദേശത്ത് വീണ്ടും മലമ്പാമ്പിനെ കണ്ടതോടെ നാട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിച്ചു. തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാട് സ്ഥലത്തെത്തി മലമ്പാമ്പിനെ പിടികൂടി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് വിദ്യാർത്ഥികൾ റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച പുതുമയുള്ള സൃഷ്ടികൾ ശ്രദ്ധേയമാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ റോബോട്ടിക് കിറ്റ് പ്രോഗ്രാമിലൂടെ ലഭ്യമായ സാമഗ്രികൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ പുതിയ സൃഷ്ടികൾ തയ്യാറാക്കിയത്. സ്വാതന്ത്ര്യദിനത്തിൽ ദേശഭക്തി ഗാനത്തിന്റെ താളത്തിനനുസരിച്ച് ചലിക്കുന്ന പതാകയാണ് ഇതിനകം വൈറലായി മാറിയത്. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഇവ സ്കൂളിൽ പ്രദർശിപ്പിച്ചത് കയ്യടി നേടി. ഇതിന്റെ ദൃശ്യങ്ങൾ കൈറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ അൻവർ സാദത്ത് ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്തതോടെ നിരവധി പേരാണ് കുട്ടികളുടെ സൃഷ്ടിയെ പ്രശംസിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനായി കഴിഞ്ഞ മാസം അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് വേസ്റ്റ് ബിന്നും പുതുമയായി. കൈ അടുത്തെത്തുമ്പോൾ സ്വയം തുറന്ന് മാലിന്യം സ്വീകരിക്കുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചത്. ഇവയുടെ പ്രവർത്തന മാതൃകയും ശ്രദ്ധേയമായി. ഹരിതമിഷന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതികൾക്ക് മാതൃകയാക്കുവാൻ കുട്ടികൾ നിർമ്മിച്ച സ്മാർട്ട് ബിന്നുകൾക്ക് കഴിയും. ലിറ്റിൽ കൈറ്റ്സ് അധ്യാപകരായ സന്തോഷ്, സ്മിത എന്നിവർ നൽകിയ മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും ഈ വിജയങ്ങൾക്ക് വലിയ പിന്തുണയായി. 2018-19 വർഷം പാലക്കാട് ജില്ലയിൽ മികച്ച 2ാമത്തെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനുള്ള പുരസ്കാരം നേടിയ സ്കൂൾ റോബോട്ടിക്സ് വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾക്ക് മികച്ച പ്രോത്സാഹനമാണ് നൽകുന്നത്. ഇടവേള. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെയോ ഓഫീസിലെയോ പഴയ ഫർണിച്ചർ മാറ്റി പുതിയത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പഴയ ഫർണിച്ചറുകളൊക്കെ ഇനി എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത്തരം ഫർണിച്ചറുകൾ ഏതൊരവസ്ഥയിലുള്ളതാണെങ്കിലും മികച്ച മൂല്യത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഐഫ അവസരം ഒരുക്കുന്നു. ഐഫ, ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. ഇടവേള. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന് ഒരുക്കങ്ങൾ തുടങ്ങി. വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വിപുലമായ യോഗം ചേർന്നു. 51-അംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. 23-ന് ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുക്കധ്യാനം നടക്കും. സെന്റ് ജോൺസ് മിഷൻ ഡയറക്ടർ ജോണി തോളേലി ധ്യാനം നയിക്കും. 24-ന് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കു ശേഷം 8 നോമ്പ് പെരുന്നാൾ കൊടിയേറ്റം നടക്കും. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ ആഘോഷം. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഗാനശുശ്രൂഷ എന്നിവയുണ്ടാകും. പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കീം മോർ കൂറിലോസ് ബാവ, ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവ എന്നിവരുടെ അനുസ്മരണവും നടക്കും. 6 ദിവസങ്ങളിൽ വൈകിട്ട് 7-ന് സുവിശേഷ മഹായോഗം, 5-ാം തീയതി രാത്രി 9-ന് മുട്ടുകുത്തൽ വഴിപാട്, 7-ാം തീയതി രാത്രി 7-ന് പ്രസിദ്ധമായ 8 നോമ്പ് റാസ, ദൈവമാതാവിന്റെ വിശുദ്ധ സൂനോറെ വണക്കം, അത്താഴ സദ്യ എന്നിവയുണ്ടാകും. 8-ന് രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയും നടക്കും. യോഗത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കുടുംബ യൂണിറ്റ് കൺവീനർ ജിനു നോബി എന്നിവർ സംസാരിച്ചു.
പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ശില്പശാല സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എം രാജലക്ഷ്മി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ റിസർച്ച് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എം രാജലക്ഷ്മി ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മികവിനെ കുറിച്ചാണ്. കാരണം 2004 കഴിഞ്ഞ വർഷമാണ് ഇത് ഗവേഷണ ഡിപ്പാർട്ട്മെന്റായിട്ട് അംഗീകാരം ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് തന്നെ അവിടെ 3 റിസർച്ച് ലീഡർമാരുണ്ട്, 10 റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്. മാത്രമല്ല ഈ വർഷം സംഘടിപ്പിക്കുന്ന 2ാമത്തെ റിസർച്ച് ഫോറത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവേഷണാത്മകമായ അതുപോലെ തന്നെ വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കാനുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്ന കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ ആദ്യമേ തന്നെ അഭിനന്ദിക്കട്ടെ. കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശിവകുമാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് ഇൻ റിസർച്ച് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കൊമേഴ്സ് വിഭാഗം മേധാവി റോസിന ബേബി അധ്യക്ഷയായിരുന്നു. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി ശ്രീജ, കോളേജ് IQAC മെമ്പർ ഡോക്ടർ പി സുധീർ കുമാർ, കോളേജ് ലൈബ്രറിയൻ ഡോക്ടർ ഷാജഹാൻ KP, ഗവേഷക വിദ്യാർത്ഥി പ്രതിനിധി ശ്രുതി MS, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു മേനോൻ, തൃത്താല ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ പി രേഖ, പി ആഷിക തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ കോളേജുകളിലെ 50ഓളം അധ്യാപകരും ഗവേഷകരും പങ്കെടുത്തു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൽ സദ്ഭാവന ദിനാചരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവിയുടെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ഗോപിനാഥ് പാലഞ്ചേരി, ഹാഷിം അച്ചാരത്ത്, PN ഔഷാദ്, ജലീൽ നരിക്കാട്ടിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവാശ്ശേരി, CV മണികണ്ഠൻ, പത്മിനി, INTUC പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കഥയും കവിതയും ലോകത്തുണ്ടായത് മനുഷ്യ നന്മയ്ക്കും സംസ്കാരത്തിന്റെ വളർച്ചയ്ക്കുമാണെന്ന് എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. കൂറ്റനാട് ഭൂമിക സാംസ്കാരിക സമിതിയുടെയും സാഹിത്യ മാസികയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്കാര സമ്പന്നമായ സമൂഹത്തിൽ വിദ്വേഷങ്ങൾക്കും അസഹിഷ്ണുതയ്ക്കും ഇടമില്ലെന്നും എഴുത്തും വായനയുമെല്ലാം മനുഷ്യരെ ഒന്നിപ്പിക്കാനാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എഴുത്തുകാരെയും എഴുത്ത് ആഗ്രഹിക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന തലത്തിൽ പ്രാദേശിക എഴുത്തുകാരുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച പുതിയ സാംസ്കാരിക കൂട്ടായ്മയാണ് ഭൂമിക. കൂറ്റനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രാദേശിക എഴുത്തുകാരാണ് നേതൃത്വം നൽകുന്നത്. കൂറ്റനാട് MT വാസുദേവൻ നായർ നഗരിയിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കലാ സാഹിത്യ പ്രവർത്തകർ സംഗമിച്ചത്. പ്രാദേശിക കവിതകൾ, കഥാകാരന്മാർ, ബാലസാഹിത്യകാരന്മാർ, ഗായകർ, അഭിനേതാക്കൾ, വിവിധ മേഖലകളിലുള്ള മറ്റു കലാകാരന്മാർ എന്നിവരെല്ലാം സമിതിയിൽ അംഗങ്ങളാണ്. എല്ലാ മാസത്തിലും സമിതി അംഗങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ച് ഭൂമിക എന്ന പേരിൽ പ്രിന്റഡ് മാഗസിൻ പ്രസിദ്ധീകരിക്കും. സമിതിയുടെ ഉദ്ഘാടനത്തോടൊപ്പം ഭൂമിക സാഹിത്യ മാസികയുടെ ആദ്യലക്കത്തിന്റെ പ്രകാശനവും ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു. മുൻ MLA VT ബൽറാം മാഗസിൻ ഏറ്റുവാങ്ങി. സംസ്ഥാന പ്രസിഡന്റ് KK ബഷീർ അധ്യക്ഷനായി. ഭൂമികയുടെ ആദ്യലക്കത്തിലെഴുതിയ പ്രാദേശിക എഴുത്തുകാരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, എഴുത്തുകാരായ ഹബീബ കുമ്പിടി, മാധ്യമപ്രവർത്തകൻ C മൂസ പെരിങ്ങോട്, വാദ്യകലാകാരൻ കലാമണ്ഡലം ചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി സമീന, കോട്ടയം സോമശേഖരൻ, സുഹറ തയ്യൽ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക ദിന വാരാചരണത്തിന്റെ ഭാഗമായി പ്രകൃതി സംരക്ഷണ സംഘം കേരളം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം SHO M മഹേന്ദ്രസിംഹൻ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ നിർവാഹക സമിതി അംഗം ടോം ജോർജ് മുഖ്യാതിഥിയായി. സംഘടന സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ്, ചാലിശ്ശേരി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ R ഉദയകുമാർ, ക്ലർക്ക് SV സുബിൻ, സലീം മമ്പുള്ളിഞ്ഞാലിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.